ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഗയാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും മറ്റന്നാൾ വോട്ടെണ്ണൽ. ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിൽ മന്ത്രി സജി ചെറിയാനെതിരെ ഡിജിപിയുടെ മേൽനോട്ടത്തിൽ തുടർ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. മനുഷ്യ വന്യജീവി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി നടപടികൾ സ്വീകരിച്ചുവരുന്നതായി മന്ത്രി എ കെ ശശീന്ദ്രൻ. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേരുന്ന സംസ്ഥാനത്ത് നിന്നുള്ള എംപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റിന് നാളെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഗയാനയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ഓർഡർ ഓഫ് എക്സലൻസ് സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗയാനയിലെ സ്റ്റേറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഗയാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലി പ്രധാനമന്ത്രിക്ക് പുരസ്കാരം സമ്മാനിച്ചു. ശ്രീ മോദി ഗയാന പാർലമെന്റിനെ ഇന്ന് അഭിസംബോധന ചെയ്യും. ഗയാനയിലെയും കരീബിയൻ മേഖലയിലെയും പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. വിവിധ മേഖലകളിലായി ഇന്ത്യയും ഗയാനയും തമ്മിൽ ഇന്നലെ 10 കരാറുകളിലും ഒപ്പുവച്ചിരുന്നു. ഗയാനയിൽ നടന്ന രണ്ടാം ഇന്ത്യ കാരിക്കോം ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു. കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. ശനിയാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്ന് വോട്ടുകൾ എണ്ണിത്തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ആദ്യ ഫലസൂചന പുറത്തുവരും. വയനാട്ടിലും ചേലക്കരയിലും ഈ മാസം 13-നായിരുന്നു വോട്ടെടുപ്പ്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഇന്നലെയാണ് നടന്നത്. വയനാടും പാലക്കാടും യുഡിഎഫിന്റെയും ചേലക്കര എൽഡിഎഫിന്റെയും സിറ്റിംഗ് സീറ്റാണ്. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റിടങ്ങളിലെയും ഫലവും മറ്റന്നാൾ പുറത്തുവരും. ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിലാണ്. 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം യുഡിഎഫ് വോട്ടുകളിൽ കുറവുണ്ടാകില്ലെന്നും വിജയം സുനിശ്ചിതമാണെന്നും യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടു. എൽഡിഎഫിന്റെ വോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്തിട്ടുണ്ടെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാനെതിരെ ആരോപണമുയർന്ന ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ 2022-ലെ പ്രസംഗം സംബന്ധിച്ച് ഡിജിപിയുടെ മേൽനോട്ടത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവല്ല കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി. സജി ചെറിയാന്റെ ശബ്ദ സാമ്പിളിന്റെയും പ്രസംഗത്തിന്റെയും ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരുന്നതിന് മുൻപ് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടിയെ ചോദ്യം ചെയ്ത് അഭിഭാഷകനായ ബൈജു നോയൽ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. 2022 ജൂലൈ 3-ന് പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് കേസിനാസ്പദമായ പ്രസംഗം നടന്നത്. ഇതേ തുടർന്ന് രാജിവെച്ച അദ്ദേഹം ഭരണഘടനാ ലംഘനത്തിന് തെളിവില്ലെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് മജിസ്ട്രേറ്റ് കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ മന്ത്രിസ്ഥാനത്ത് തിരിച്ചെത്തുകയായിരുന്നു. താൻ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലെന്നും നിയമപരമായ തുടർ നടപടി സ്വീകരിക്കാൻ അവകാശമുണ്ടെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. കോടതി തന്റെ ഭാഗം കേട്ടിട്ടില്ല. ഇപ്പോൾ വന്നത് അന്തിമ വിധിയല്ല, കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. സജി ചെറിയാനെ മന്ത്രിസഭയിൽ തിരിച്ചെടുത്ത നടപടി തെറ്റായിരുന്നു എന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ വ്യക്തമായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മന്ത്രിസ്ഥാനത്ത് നിന്ന് സജി ചെറിയാൻ ഉടൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. ഇന്ന് ലോക മത്സ്യബന്ധന ദിനം. സുസ്ഥിര മത്സ്യബന്ധന രീതികളുടെ പ്രാധാന്യവും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ മത്സ്യബന്ധനത്തിന്റെ പങ്കും ഉയർത്തിക്കാട്ടുന്നതിനായാണ് വർഷം തോറും നവംബർ 21 ലോക മത്സ്യബന്ധന ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ മത്സ്യബന്ധന മേഖലയുടെ പരിവർത്തനം, ചെറുകിട സുസ്ഥിര മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക ഫിഷറീസ് ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേട്ടത്തിലാണ് കൊല്ലം ജില്ല. മത്സ്യബന്ധന മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ജില്ലയെ അവാർഡിന് അർഹമാക്കിയത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. മത്സ്യകൃഷിയുടെ വ്യാപനവും സുസ്ഥിര മത്സ്യബന്ധനവും ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പ് നടത്തിയ വിവിധ പദ്ധതികളുടെ ഫലപ്രാപ്തിയാണ് ജില്ലയെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. 2021 മുതൽ നടപ്പാക്കിയ പദ്ധതികൾ കേന്ദ്രം പരിഗണിച്ചു. മത്സ്യകൃഷിയിലൂടെ പുതുസംരംഭങ്ങൾ ആരംഭിക്കാൻ നടപ്പാക്കുന്ന പദ്ധതികൾ, സമുദ്ര മത്സ്യബന്ധനത്തിന് നൽകുന്ന പിന്തുണ, സബ്സിഡി വിതരണം, മത്സ്യബന്ധന മേഖലയിലെ ആധുനികവത്കരണത്തിന് നൽകുന്ന പ്രോത്സാഹനം എന്നിവ പുരസ്കാരത്തിന് അർഹമാക്കി. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ, അവരെ ഇൻഷുറൻസ് ക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളാക്കൽ എന്നിവയിലും ജില്ല മുന്നിലാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് നിന്നുള്ള എംപിമാരുടെ യോഗം തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ പുരോഗമിക്കുന്നു. ഈ മാസം 25-ന് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് മുഖ്യമന്ത്രി എംപിമാരോട് ആവശ്യപ്പെട്ടു. ശബരി റെയിൽപാത അടക്കമുള്ള ആവശ്യങ്ങളും ചർച്ചയാകും. മനുഷ്യ വന്യജീവി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി പുതിയ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ. പൊതുജന പങ്കാളിത്തത്തോടെ മിഷൻ ഫെൻസിംഗ് 2024 എന്ന പേരിൽ തീവ്രയജ്ഞ പരിപാടി രൂപം നൽകിയതായും മന്ത്രി പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന സേഫ് ഹാബിറ്റാറ്റ് ഹാക്കത്തോൺ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KDSകിന്റെ നേതൃത്വത്തിൽ സേഫ് ഹാബിറ്റാറ്റ് ഹാക്ക് എന്ന പുതിയ ആപ്പും മന്ത്രി പുറത്തിറക്കി. CBSE 10-12 ക്ലാസ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 15 മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുക. 10ാം ക്ലാസ് പരീക്ഷകൾ മാർച്ച് 18-നും 12ാം ക്ലാസ് പരീക്ഷകൾ ഏപ്രിൽ 4-നും അവസാനിക്കുമെന്നും CBSE അറിയിച്ചു. ദേശാടന പക്ഷികളെ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നതിനായി വടക്കൻ കേരളത്തിലെ വിവിധ ഇടങ്ങളിലായി നടത്തിയ സർവേ പൂർത്തിയായി. പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സാലിം അലിയുടെ 128ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചായിരുന്നു പക്ഷി നിരീക്ഷണം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ബേർഡ് റേസ് 2024 എന്ന പേരിൽ നടത്തിയ സർവേയിൽ വടക്കൻ കേരളത്തിൽ നിന്ന് 201 ഇനം പക്ഷികളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 54 ഇനങ്ങൾ ദേശാടന പക്ഷികളും 14 ഇനങ്ങൾ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നവയുമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പക്ഷി ഇനങ്ങളിൽ കുറവാണ് രേഖപ്പെടുത്തിയത്. വടക്കൻ കേരളത്തിൽ വെള്ളവയറൻ കടൽപ്പരുന്തുകളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ കുറവുണ്ടെന്ന് സർവേ സംഘം വിലയിരുത്തി. ദേശാടന പക്ഷികളുടെ ഇഷ്ടകേന്ദ്രങ്ങളായ മാടായിപ്പാറയിൽ ഇപ്പോൾ പക്ഷികളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുള്ള വർധനവ് പക്ഷികളുടെ സാന്നിധ്യത്തെ ബാധിക്കുന്നുണ്ടെന്നും സർവേ സംഘം വിലയിരുത്തുന്നു. ഏലക്ക വിപണിയിലുണ്ടായിട്ടുള്ള വില വർധനവ് കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തുടർച്ചയായി വിപണിയിൽ ഏലക്കയ്ക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി ഏലക്കായുടെ ഉയർന്ന വില 3000-ന് മുകളിലെത്തി. 2700-നടുത്താണ് ശരാശരി വില. ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിൽ 300 മുതൽ 350 രൂപയുടെ വരെ വിലവർധനമാണ് ഏലക്കായ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഏലക്കായുടെ ഉൽപാദനത്തിൽ വന്നിട്ടുള്ള കുറവാണ് വിലവർധനവിന് കാരണമെന്ന് പറയപ്പെടുന്നു. കടുത്ത വരൾച്ചയെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിലെ ഏലച്ചെടികൾ വലിയ തോതിൽ ഉണങ്ങി നശിച്ചിരുന്നു. ഇത് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഉയർന്ന വില ലഭിക്കുമ്പോഴും വേണ്ട വിധം വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലെന്ന നിരാശയിലാണ് വലിയൊരു വിഭാഗം കർഷകർ. ചലച്ചിത്ര താരം മേഘനാഥൻ അന്തരിച്ചു. പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. നടൻ ബാലൻ K നായരുടെ മകനാണ്. 1983-ൽ അസ്ത്രം എന്ന മലയാള ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. പഞ്ചാഗ്നി, ചെങ്കോൽ, ചമയം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും ടെലി സീരിയലുകളിലും വേഷമിട്ടു. കൂമൻ എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. മേഘനാഥന്റെ നിര്യാണത്തിൽ മന്ത്രി സജി ചെറിയാൻ അനുശോചനം രേഖപ്പെടുത്തി. ഏഷ്യൻ ചാമ്പ്യൻസ് വനിതാ ഹോക്കിയിൽ വിജയം കരസ്ഥമാക്കിയ ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ഇന്ത്യയുടെ ആത്മാഭിമാനമുയർത്താൻ ടീമിനായതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റിന് നാളെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം രാവിലെ 7:50-നാണ് മത്സരം. അടുത്ത വർഷം ജനുവരി 7 വരെയാണ് ടെസ്റ്റ്. ഇന്ത്യൻ ടീം 5 ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കും. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആദ്യ ടെസ്റ്റിൽ കളിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഗയാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും മറ്റന്നാൾ വോട്ടെണ്ണൽ. ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിൽ മന്ത്രി സജി ചെറിയാനെതിരെ DGPയുടെ മേൽനോട്ടത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. മനുഷ്യ വന്യജീവി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേരുന്ന സംസ്ഥാനത്ത് നിന്നുള്ള എംപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റിൽ നാളെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.